മുല്ലപ്പെരിയാർ വിഷയം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ഇടുക്കി ഉപ്പുതറ ചപ്പാത്തിൽ സർവമത പ്രാർത്ഥനയും കൂട്ട ഉപവാസവും നടത്തുന്നു. ചപ്പാത്ത് സ്നേഹക്കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് പരിപാടി. രാഹുൽ വിജയൻ കട്ടപ്പനയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. രാഹുൽ, എന്തുകൊണ്ടാണ് ഇപ്പോൾ ഈ പ്രതിഷേധം? എന്തൊക്കെയാണ് ഈ പ്രതിഷേധക്കാർ പറയുന്നത്? ഞങ്ങൾ പതറിപ്പോകാതെ ക്ഷീണിച്ചു പോകാതെ എല്ലാറ്റിനെയും ദൈവത്തോട് ചേർന്ന് അഭിമുഖിക്കുന്നവരും തരണം ചെയ്യുന്നവരും അതിൽ ജയവും നേട്ടങ്ങളും അനുഗ്രഹങ്ങളും പ്രാപിക്കുന്നവരുമായി തീരുവാൻ ഒരു സമൂഹമായി, ഒരു സംസ്ഥാനമായി ഞങ്ങളെയും പരിസര സംസ്ഥാനങ്ങളെയും അതിനുവേണ്ടി ഒരുക്കണമേ. വേണു, ഈ വയനാട് ദുരന്തമുണ്ടായതിനു ശേഷം വലിയ തരത്തിലുള്ള പ്രചരണങ്ങൾ ഈ മുല്ലപ്പെരിയാർ വിഷയവുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു. വലിയ തരത്തിലുള്ള ആശങ്ക ആളുകൾക്ക് സ്വാഭാവികമായിട്ടും ഉണ്ടായി. മുല്ലപ്പെരിയാർ ഡാമിന്റെ അവസ്ഥ അല്ലെങ്കിൽ അതിന്റെ സ്ഥിതിഗതികളൊക്കെ പരിശോധിക്കണമെന്നുള്ള ആവശ്യം നാട്ടുകാരും അതുപോലെ തന്നെ എല്ലാവരും, എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഉൾപ്പെടെ പറയുകയും ചെയ്തിരുന്നു. അതിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇപ്പോൾ ഒരു ഉപവാസ സമരം ഇപ്പോൾ എന്തായാലും ഈ ചപ്പാത്ത് സ്നേഹ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല പലതവണ നിവേദനങ്ങളും സമരങ്ങളും ഒക്കെ ചെയ്തിട്ട് യാതൊരു തരത്തിലുള്ള ഒരു പ്രശ്ന പരിഹാരം ഉണ്ടായില്ല. അതിന്റെ ഒരു ഭാഗം കൂടിയായിട്ടാണ് ഒരു പ്രാർത്ഥന കൂടിയും ഇവിടെ നടത്തിയേക്കാം എന്നുള്ള തീരുമാനത്തിലേക്ക് ഈ ചപ്പാത്ത് സ്നേഹ കൂട്ടായ്മ പോവുകയും ചെയ്തു. എന്തായാലും മുല്ലപ്പെരിയാർ സമരസമിതിയുടെ ചെയർമാനായിട്ടുള്ള ഷാജി പി ജോസഫ് ഉൾപ്പെടെ ഇതൊരു മുല്ലപ്പെരിയാർ സമരസമിതിയുടെ പ്രതിഷേധ കൂട്ടായ്മയോ അല്ലെങ്കിൽ സമര കൂട്ടായ്മയോ അല്ല, ഇതിവിടെയുള്ള എല്ലാ ജനങ്ങളുടെയും കൂടി ഒരു പ്രതിഷേധ പ്രകടനം എന്ന് വേണമെങ്കിൽ പറയാം. എന്തായാലും മുല്ലപ്പെരിയാർ സമരസമിതിയുടെ ചെയർമാനായിട്ടുള്ള ഷാജി പി ജോസഫാണ് നമ്മളോടൊപ്പം ചേരുന്നത്. അദ്ദേഹത്തോട് ചോദിക്കാം, ഇതൊരു വലിയ പ്രശ്നമായിട്ട് മുല്ലപ്പെരിയാർ വിഷയം മാറിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ് ഇനി അത് തുടർന്ന് അങ്ങോട്ടുള്ള നീക്കങ്ങൾ? വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ മുല്ലപ്പെരിയാർ സമരസമിതി അത്തരത്തിലുള്ള തീരുമാനങ്ങളിലേക്കൊന്നും പോയിട്ടില്ല. പ്രക്ഷോഭത്തിൽ പ്രസക്തിയുമില്ല. സുപ്രീം കോടതിയുടെ വിധി ന്യായത്തിൽ പറഞ്ഞിരിക്കുന്നതിനപ്പുറത്തെ മറികടക്കുവാൻ ഇവിടുത്തെ പ്രക്ഷോഭങ്ങൾക്കൊന്നും കഴിയില്ല. ഇപ്പോൾ തമിഴ്നാട്ടില് അവിടെയുള്ള കർഷക സംഘടനകൾ, ചില കർഷക സംഘടനകളൊക്കെ ഒരു പ്രതിഷേധത്തിന് ശ്രമിക്കുന്നുണ്ട്. ആ പ്രതിഷേധത്തിനെ കൗണ്ടർ ചെയ്യാൻ ഒരിക്കലും പാടില്ല എന്നുള്ളതാണ് എന്റെ ഒരു അഭിപ്രായം. പ്രത്യേകിച്ച് ചില നവമാധ്യമങ്ങളിലൂടെ തമിഴ്നാടിനെ വിദ്വേഷമുണ്ടാക്കുന്ന രീതിയിലുള്ള അനാവശ്യ കമന്റുകൾ, ദയവീത് അത്തരത്തിലുള്ള കമന്റുകൾ ഒഴിവാക്കിക്കൊണ്ട് സുപ്രീം കോടതിയുടെ 14 വിധിയിൽ പറഞ്ഞിരിക്കുന്ന അമിക്കബിൾ സെറ്റിൽമെന്റ്, ആ ഒരു സാഹചര്യത്തിന് പറ്റിയ ഒരു സാഹചര്യം ഇപ്പോൾ ഉരുത്തിരിഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് വയനാട് ദുരന്തവും ഒപ്പം കർണാടകത്തിലുണ്ടായ കഴിഞ്ഞ ദിവസത്തെ ഡാം തകർച്ചയും ഒക്കെ, ഒപ്പം മാറി മാറി വരുന്ന കാലാവസ്ഥ വ്യതിയാനവും ഒക്കെ അത്തരത്തിലുള്ള ഒരു മേശയ്ക്ക് ചുറ്റുമുള്ള ഒരു ചർച്ചയിലേക്ക് പോകാൻ പറ്റുന്ന ഒരു സാഹചര്യമായി ഞങ്ങൾ കാണുന്നു. അതിനൊരു സമ്മർദ്ദ ശക്തിയായി പ്രവർത്തിക്കുക എന്നുള്ളത് മാത്രമാണ് മുല്ലപ്പെരിയാർ സമരസമിതി ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്ന ആശയം. കൃത്യവും വ്യക്തവുമായിട്ടുള്ള നിലപാടാണ്. കാരണം അനാവശ്യമായിട്ടുള്ള വലിയ പ്രതിഷേധങ്ങളോ സമരങ്ങളിലേക്കോ ഒന്നും മുല്ലപ്പെരിയാർ സമരസമിതി അല്ലെങ്കിൽ ഇവിടുത്തെ കൂട്ടായ്മകളോ ഒന്നും പോകുന്നില്ല. ന്യായമായ ആവശ്യം മുല്ലപ്പെരിയാർ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കുക, തമിഴ്നാടിന് വെള്ളം കൊടുക്കേണ്ടത് അനിവാര്യമായ കാര്യമാണ്, അത് നിലനിർത്തുക എന്നുള്ളത് തന്നെയാണ്. എന്തായാലും ഈ വിഷയം സജീവമായി നിർത്തുക എന്നുള്ളത് മാത്രമാണ് ഇവരുടെ ലക്ഷ്യം. അതൊരു വലിയ പ്രക്ഷോഭത്തിലേക്കോ പ്രതിഷേധത്തിലേക്കോ അനാവശ്യമായിട്ട് തമിഴ്നാടിനെ അപകീർത്തിപ്പെടുന്ന തരത്തിലേക്കോ ഒന്നും പോകില്ല എന്നുള്ള മുന്നറിയിപ്പ് അല്ലെങ്കിൽ അത്തരമൊരു നിലപാട് കൂടി അവർ അറിയിക്കുകയാണ്. എന്തായാലും ഈ സമരം ഇന്നിവിടെ ഈ ഒരു പ്രതിഷേധ സമരം എന്ന് പറയാൻ കഴിയില്ല, ഒരു സർവമത പ്രാർത്ഥന കൂട്ടായ്മയും ഉപവാസവും അത് ഉച്ചയ്ക്ക് 2 മണി വരെയാണ്. ആ 2 മണിയോടുകൂടി അത് അവസാനിക്കുകയും ചെയ്യും. ശരി, രാഹുൽ വിജയനാണ് കട്ടപ്പനയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.